ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക്ബോർഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടിയുള്ള 8ാമത്തെ മോക്ക് ടെസ്റ്റ് ആണ് ഇന്ന് വരുന്നത്. ഇന്നത്തെ ടോപ്പിക് പണ്ഡിറ്റ് കറുപ്പൻ, കുമാരഗുരുദേവൻ, അതേപോലെ തന്നെ മന്നത്ത്, വി.ടി. ഭട്ടതിരിപ്പാട്. നമുക്ക് നവോത്ഥാന നായകരിൽ നമുക്ക് പഠിക്കാനായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്നത് ഈ 4 പേര്. പിന്നെയുള്ളത് ആരായിരുന്നു? അയ്യങ്കാളിയും ചട്ടമ്പിസ്വാമി, ശ്രീനാരായണ ഗുരു. ഇത്രയും പേരുടെ പേരാണ് സിലബസിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അവരെ എന്ത് ചെയ്യണം? നമ്മൾ അവരെ നന്നായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ബാക്കിയുള്ള നവോത്ഥാന നായകരിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇത്രയോടുകൂടി നമ്മുടെ നവോത്ഥാന നായകർ സിലബസിലെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലേലിസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ആ ലിങ്ക് പ്ലേലിസ്റ്റ് അവൈലബിൾ ആയിരിക്കും. അതായത് 10th പ്രിലിംസ് എന്ന് പറയുന്നതിന് ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ നമ്മുടെ ഇതുവരെയുള്ള മോക്ക് ടെസ്റ്റുകൾ 7 നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമ്മൾ ഇതിന്റെ നമുക്കറിയാം 20 മാർക്കാണ് മാത്സിന് വരുന്നത്. അതിന്റെ നമ്മൾ ഏകദേശം ഒരു 17 ക്വസ്റ്റ്യൻ പേപ്പർ ഇതുവരെ ചെയ്തിട്ടുണ്ട്. അതും നമ്മൾ ഓരോ ഡേ ബൈ ഡേ ആയിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്ത് ഇടുന്നുണ്ട്. അതും കൂടി പഠിച്ചു വരുമ്പോഴേക്കും നമുക്കൊരു എക്സാം ആകുമ്പോഴേക്കും ഒരു 50 മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എങ്കിലും നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം ഒരു 20 ഒരു 18-17 മാർക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ക്ലാസ്സിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആസ് യൂഷ്വൽ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ഞാൻ ഈ ആദ്യം 15 ക്വസ്റ്റ്യൻ ആണുള്ളത്. ആ 15 ക്വസ്റ്റ്യൻ ഞാൻ ഒന്ന് വായിച്ചു വിടും. അതിനുശേഷം നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുക്കുക, ആൻസർ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിതിനെ ഓരോരുത്തരെയും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് നമുക്ക് ആൻസറിലേക്ക് എത്താം. ഓക്കെ, നോക്കാം. നമുക്ക് പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ആരാണത്? മക്തിത്തങ്ങൾ, വി.ടി. ഭട്ടതിരിപ്പാട്, കെ. കേളപ്പൻ, മമ്പുറം തങ്ങൾ. ഓക്കെ ആണല്ലോ ക്വസ്റ്റ്യൻ. നെക്സ്റ്റ് നോക്കാം. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS സ്ഥാപിച്ചതാര്? കുമാരഗുരുദേവൻ, ചട്ടമ്പിസ്വാമി, കുര്യാക്കോസ് ഏലിയാസ് ചാവറ, പണ്ഡിറ്റ് KP കറുപ്പൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തവ തിരഞ്ഞെടുക്കുക. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ, വൈകുണ്ഠസ്വാമി ആത്മവിദ്യാസംഘം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം, അയ്യങ്കാളി സമത്വ സമാജം. ഇതില് നമുക്ക് വേണ്ടത് ശരി അല്ലാത്തയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നെക്സ്റ്റ് നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത് തെറ്റായി രേഖപ്പെടുത്തിയിരിക്കുന്നത് കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ, കുമാരഗുരുദേവൻ സമത്വ സമാജം, പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തെറ്റായത് കണ്ടെത്തുക. ദർശനമാല, ശ്രീനാരായണ ഗുരു, പ്രാചീന മലയാളം, ചട്ടമ്പിസ്വാമി, കണ്ണീരും കിനാവും, വി.ടി. ഭട്ടതിരിപ്പാട്, ആത്മാനുതാപം. ആരാണ്? വാഗ്ഭടാനന്ദൻ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ഒ ചന്തുമേനോൻ, CV രാമൻപിള്ള, വി.ടി. ഭട്ടതിരിപ്പാട്, AR രാജരാജവർമ്മ. അരയ സമാജത്തിന്റെ സ്ഥാപകൻ പണ്ഡിറ്റ് കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, PK ചാത്തൻ മാസ്റ്റർ, സഹോദരൻ അയ്യപ്പൻ. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് യോഗക്ഷേമ സഭ, സമത്വ സമാജം, തിരുവിതാംകൂർ ചേരമർ മഹാജനസഭ, പ്രത്യക്ഷ രക്ഷാദൈവ സഭ. വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്ന പ്രസ്താവന ശരി അല്ലാത്തത്. കണ്ണീരും കിനാവും എന്ന ആത്മകഥയുടെ സൃഷ്ടാവ്, കേരള സാഹിത്യ അക്കാദമി 1976 വിശിഷ്ട ഫെലോഷിപ്പ് നൽകി ആദരിച്ചു. നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ പൊതുസമൂഹത്തിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടത്. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച ശരിയായ പ്രസ്താവന. 47 മുതുകുളം പ്രസംഗവുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ്, 59 വിമോചന സമരത്തിന് നേതൃത്വം നൽകി ഭാരത കേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ, 35 കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ്. ഓക്കെ, ഈ 233/23 ഞാൻ മെൻഷൻ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏകദേശം 9 ക്വസ്റ്റ്യൻ ആണ് നവോത്ഥാന നായകരെ പറ്റി മാത്രം ചോദിച്ചിരിക്കുന്നത്. അതെല്ലാം എന്താണ്? സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കുമാരഗുരുവിനെ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകൻ. വെട്ടിയാട്ട് അടിലഹള ഇദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ നീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പണ്ഡിറ്റ് KP കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ സമത്വ സമാജം, അരയ സമുദായം, ജ്ഞാനോദയം സഭ, കൊച്ചി പുലയ മഹാസഭ. വി.ടി. ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ. പാലക്കാട് തൃത്താലയിൽ ജനിച്ചു. അയിത്തോച്ചാടനത്തിന്
ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ബഹുഭാരിത്വം നിരോധിക്കാനായി 31 യാചനയാത്ര നടത്തി. ഓക്കെ, നമുക്ക് വേണ്ടത് ശരിയായവയാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരൻകുളം എന്ന സ്ഥലത്ത് നിന്നും കുളത്തൂർ കുന്നിലേക്ക് ഒരു യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വൈകുണ്ഠസ്വാമി, പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, കുമാര ഗുരുദേവൻ. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി. ഇതും 233/23 വാഗ്ഭടാനന്ദൻ സമത്വ സമാജം, സഹോദരൻ അയ്യപ്പൻ ആത്മവിദ്യാസംഘം, വൈകുണ്ഠസ്വാമി സഹോദര പ്രസ്ഥാനം, VT ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ. ഇതിൽ നമുക്ക് VT ഭട്ടതിരിപ്പാടിനെ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. പക്ഷെ ആ ഒരൊറ്റ ഓപ്ഷനിൽ തന്നെ നമുക്ക് ആൻസറിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയുമായിരുന്നു നമ്മുടെ 15 ക്വസ്റ്റ്യൻസ്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോരുത്തരെയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ട് നമുക്ക് ആൻസറിലോട്ട് പോകാം. അപ്പൊ കുറച്ചും കൂടി നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഇത് ചോദിക്കുന്നത് എന്നുള്ളൊരു ഐഡിയയും കൂടി കറക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് ആരെയാണ് പഠിക്കാനുള്ളതെന്ന് നോക്കാം. പണ്ഡിറ്റ് കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പൻ. എന്നാണ് ഇദ്ദേഹം ജനിച്ചത്? നമുക്ക് ജനനം മുതലല്ലേ പഠിക്കാനുള്ളത്. 1885 മെയ് 24 അല്ലെ? മെയ് 24, 1885 പണ്ഡിറ്റ് KP കറുപ്പൻ ജനിച്ചത്. മെയ് 24, 85. എവിടെയാണ് ജനന സ്ഥലം എന്ന് പറയുന്നത്? ചേരാനല്ലൂർ. ചേരാനല്ലൂർ എവിടെയാണ്? എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂരാണ് അദ്ദേഹം ജനിച്ചത്. അദ്ദേഹത്തിന്റെ ജന്മഗൃഹം ഇമ്പോർട്ടന്റ് ആണ്. ജന്മഗൃഹം പല തവണ PSC ചോദിച്ചിട്ടുള്ളതാണ്. സാഹിത്യ കുടീരം എന്ന ജന്മഗൃഹ ആ ഒരു പേരിലുള്ള ജന്മഗൃഹം ആരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. സാഹിത്യ കുടീരം ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റെയാണ്. അദ്ദേഹത്തിന്റെ പിതാവിന്റെ പേരാണ് പപ്പു. പപ്പു ആണ് പിതാവ്. മാതാവിന്റെ പേര് കൊച്ചുപെണ്ണാണ്. ഭാര്യയുടെ പേര് കുഞ്ഞമ്മയാണ്. ബാല്യകാല നാമം ഇതൊക്കെയാണ് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാറ്. ബാല്യകാല നാമം പണ്ഡിറ്റ് KP കറുപ്പന്റെ ബാല്യകാല നാമമാണ് എന്ത്? ശങ്കരൻ. അപ്പൊ ചിലപ്പോ തിരിച്ചു ചോദിക്കാം, ശങ്കരൻ എന്ന എന്താണ് ബാല്യകാല നാമം ഏത് നവോത്ഥാന നായകന്റേതാണെന്ന് ചോദിക്കാം. ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. ഓക്കെ ആണല്ലോ. ഇനി ഈ പണ്ഡിറ്റ് കറുപ്പൻ, പണ്ഡിറ്റ് KP കറുപ്പനാണ് കേട്ടോ. പണ്ഡിറ്റ് KP കറുപ്പൻ എന്താണ് അതിന്റെ ഫുൾ നെയിം? KP എന്ന് പറഞ്ഞാൽ എന്താണ്? കണ്ടത്തുപറമ്പിൽ. കണ്ടത്തുപറമ്പിൽ പപ്പുക്കറുപ്പൻ, അതാണ് ഫുൾ നെയിം. കണ്ടത്തുപറമ്പിൽ പപ്പുക്കറുപ്പൻ. ഓക്കെ, ഇദ്ദേഹമാണ് അരയ സമുദായത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. ഇദ്ദേഹത്തിന് അറിയപ്പെടുന്ന കുറെ വിശേഷണങ്ങളുണ്ട്. എന്തൊക്കെയാണ്? കവിതിലകൻ എന്നറിയപ്പെട്ടു, കവിതിലകൻ. ഓക്കെ, അതേപോലെ കേരളാലിംഗൻ എന്നറിയപ്പെട്ടു, കേരളാലിംഗൻ. ഓക്കെ, അതേപോലെ തന്നെ സാഹിത്യ നിപുണൻ. എന്താണ്? സാഹിത്യ നിപുണൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ. ഈ സാഹിത്യ നിപുണൻ എന്ന പേര് അദ്ദേഹത്തിന് നൽകിയത് ആരാണ്? നമ്മുടെ കൊച്ചി മഹാരാജാവ് നൽകിയതാണ്. കൊച്ചി മഹാരാജാവ് ചാർത്തി കൊടുത്തൊരു പട്ടമാണ് എന്ത്? സാഹിത്യ നിപുണൻ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അദ്ദേഹം അറിയപ്പെട്ടൊരു മറ്റൊരു പേരുണ്ട്, വിദ്വാൻ. വിദ്വാൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ. ആ പട്ടം നൽകിയത് ആരാണ്? നമ്മുടെ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. വലിയ കോയിത്തമ്പുരാനാണ് എന്ത്? വിദ്വാൻ എന്ന് അദ്ദേഹത്തെ വിളിച്ചത്. ഓക്കെ, അതേപോലെ അദ്ദേഹം സ്ഥാപിച്ചതാണ്, നമ്മൾ പറഞ്ഞു അദ്ദേഹം അരയ സമുദായത്തിലാണ് ജനിച്ചതെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം സ്ഥാപിച്ചതാണ് അരയ സമാജം. അരയ സമാജത്തിന്റെ സ്ഥാപകനാണ് ആര്? ഈ പറയുന്ന പണ്ഡിറ്റ് KP കറുപ്പൻ. ഏത് വർഷം? 1907. 1903 നമ്മൾ പറഞ്ഞു SNDP ആണെന്ന്. 1907 നമ്മൾ മറ്റൊന്നും കൂടി പഠിച്ചല്ലോ. എന്താണ്? സാധുജന പരിപാലനി അല്ലെ? എന്താണ് സാധുജന പരിപാലന യോഗം? അയ്യങ്കാളി ആരംഭിച്ച സാധുജന പരിപാലന യോഗവും എന്നാണ്? 1907 അന്ന് തന്നെ ആ വർഷം തന്നെയാണ് പണ്ഡിറ്റ് KP കറുപ്പൻ എന്താരംഭിക്കുന്നത്? നമ്മുടെ അരയ സമാജം ആരംഭിക്കുന്നത്. ഓക്കെ, അതിനുശേഷം അദ്ദേഹം എന്ത് തുടങ്ങി? കൊച്ചി പുലയ മഹാസഭ. കൊച്ചി പുലയ മഹാസഭ. അത് ഏത് വർഷമാണ്? ഓക്കെ, 1913 കൊച്ചി പുലയ മഹാസഭ. അതിന് അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ നിന്ന് മറ്റൊരു വ്യക്തിയും കൂടി ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേരാണ് KP വള്ളോൻ. KP വള്ളോൻ. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് എന്താണ് നമുക്ക് നോക്കാനുള്ളത്? KP വള്ളോൻ. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ കായൽ സമ്മേളനം ചോദിച്ചിട്ടുണ്ട്. കായൽ സമ്മേളനത്തിന് നേതൃത്വം നൽകിയത് ആരെന്ന് ചോദിക്കാറുണ്ട്. കായൽ സമ്മേളനം ഏത് വർഷമാണ്?
1913 ഏത് ദിവസം? ഫെബ്രുവരി 14. നമ്മൾ വാലന്റൈൻസ് ഡേ അല്ലേ പറയുന്നത് അല്ലെ? 13, 14 കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഒരു വാലന്റൈൻസ് ഡേ അന്നാണ് എന്ത് നടത്തിയത്? കായൽ സമ്മേളനം. ഏത് വർഷം എന്ന് ചോദിച്ചാൽ ജസ്റ്റ് ഒന്ന് കുറച്ചാൽ മതി. 1913 ആണെന്ന് ഓർത്തിരിക്കുക. 1913 അദ്ദേഹം എന്ത് നടത്തി? കായൽ സമ്മേളനം. എവിടെയാണ്? കൊച്ചി കായലിലാണ് കുറെ വള്ളങ്ങളൊക്കെ കെട്ടിയിട്ട് സമ്മേളനം നടത്തി. അതിനെയാണ് നമ്മൾ കായൽ സമ്മേളനം എന്ന് പറയുന്നത്. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് ആണ് 1922 അദ്ദേഹം എന്ത് തുടങ്ങി? അഖില കേരള അരയ മഹാസഭ. എന്താണ്? അഖില കേരള അരയ മഹാസഭ. അരയ മഹാസഭ തുടങ്ങിയത് ആരാണ്? പണ്ഡിറ്റ് KP കറുപ്പനാണ്. 1922 വർഷങ്ങളെല്ലാം പഠിച്ചു വെക്കണം. 1925 അദ്ദേഹം എന്ത് ചെയ്തു? കൊച്ചിൻ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായി. കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായത് ഏത് വർഷമാണ്? 1925 ഇനി ഇദ്ദേഹത്തിനുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം സഭകളുണ്ട്. ഇതെല്ലാം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എവിടെയാണെന്നുള്ളത് കൂടി ചോദിക്കാറുണ്ട്. അതില് ഒന്നാമത്തെ സഭയുടെ പേരാണ് കല്യാണദായിനി. എന്താണ്? കല്യാണദായിനി സഭ. ഓക്കെ, എവിടെയാണ് കല്യാണദായിനി സഭ? അത് നമ്മുടെ കൊടുങ്ങല്ലൂരാണ്. കൊടുങ്ങല്ലൂർ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വരുന്നത് ജ്ഞാനോദയം സഭ. ജ്ഞാനോദയം അതെവിടെയാണ്? ജ്ഞാനോദയം ഈ പോലെയല്ലേ നമ്മൾ എഴുതുന്നത്. അപ്പൊ എന്താണത്? ഇടക്കൊച്ചിയിലാണെന്ന് ഓർത്തിരിക്കുക. ഇടക്കൊച്ചി ജ്ഞാനോദയം സഭ ഇടക്കൊച്ചിയിലാണ്. പിന്നെ ഏതാണ് വരുന്നത്? അരയ വംശോദ്ധാരണി. എന്താണ്? അരയ വംശോദ്ധാരണി സഭ. അതെവിടെയാണ്? അത് നമ്മുടെ നോർത്ത് പറവൂരാണ്. അല്ല, ഏങ്ങണ്ടിയൂറാണ്. നോർത്ത് പറവൂര് സമുദായ സേവനിയാണ്. ഏങ്ങണ്ടിയൂറാണ് അരയ വംശോദ്ധാരണി സഭ. അരയ വംശോദ്ധാരണി സഭ. ഓക്കെ, വായിക്കാൻ പറ്റുമോ? എഴുതി വെക്കണം കേട്ടോ ഇതൊക്കെ. നെക്സ്റ്റ് വരുന്നത് സന്മാർഗ പ്രദീപം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. ഈ സന്മാർഗ പ്രദീപം ആരാണെന്നും അത് എവിടെയാണെന്നും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. സന്മാർഗ പ്രദീപം എന്ന് പറയുന്നത് നമ്മുടെ കുമ്പളമാണ്. എറണാകുളം ജില്ലയിലെ കുമ്പളമാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് ഏതാണ്? സുധർമ്മ സൂര്യോദയ സഭ. സുധർമ്മ സൂര്യോദയ സഭ. അതും എവിടെയാണ്? എറണാകുളം ജില്ലയിലാണ്. അതെവിടെയാണ്? തേവരയാണ്. തേവര. നെക്സ്റ്റ് വരുന്നത് വാല സമുദായ പരിഷ്കരണി. വാല സമുദായ പരിഷ്കരണി സഭ. അതും എവിടെയാണ്? ഈ പറയുന്ന തേവരയിലാണ്. നെക്സ്റ്റ് വരുന്നത് വാല സേവാ സമിതി. വാല സേവാ സമിതി അതെവിടെയാണ്? അത് വൈക്കമാണ്. വൈക്കം. ഇനി ഒരെണ്ണം കൂടി ഉണ്ടല്ലോ. ഏതായിരുന്നു? സമുദായ സേവിനി. സമുദായ സേവിനി സഭ. അതെന്ന് പറയുന്നത് എവിടെയാണ്? നമ്മുടെ നോർത്ത് പറവൂരാണ്. ഓക്കെ ആണല്ലോ. ഇനി എന്താണ് നമ്മൾ ഓരോരുത്തരെയും പഠിക്കുമ്പോൾ അവരുടെ എന്തൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്? അവർ ആരംഭിച്ച സഭകളും കാര്യങ്ങളും ഒക്കെ പഠിക്കും. പിന്നെ പഠിക്കാനുള്ളത് എന്താണ്? അവരാരംഭിച്ച അല്ലെങ്കിൽ അവരെഴുതിയിരിക്കുന്ന മാസികകൾ. ഓക്കെ, ആദ്യ കൃതി നമ്മൾ പറഞ്ഞു. ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഏതായിരുന്നു? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ പണ്ഡിറ്റ് KP കറുപ്പന്റെ ആദ്യ കൃതി ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? ലങ്കാമർദ്ദനമാണ്. ലങ്കാമർദ്ദനം. ഓക്കെ, അതേപോലെ നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയ കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത്. ജാതിക്കുമ്മി അതായത് നമ്മുടെ ജാതി വ്യവസ്ഥയും അതിനെയൊക്കെ ചോദ്യം ചെയ്യുന്ന മലയാളത്തിലെ തന്നെ ആദ്യ പുസ്തകമാണ് എന്ത്? ജാതിക്കുമ്മി എന്ന് പറയുന്നത്. അപ്പൊ ലങ്കാമർദ്ദനം എന്താണ് പ്രത്യേകത? പണ്ഡിറ്റ് കറുപ്പന്റെ ആദ്യ കൃതിയാണ് ലങ്കാമർദ്ദനം. ഓക്കെ, പിന്നെ പണ്ഡിറ്റ് കറുപ്പൻ എഴുതിയ നാടകമാണ് എന്ത്? ബാലകലേശം. ബാലകലേശമാണ് അദ്ദേഹം എഴുതിയ നാടകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് എന്താണ്? ഉദ്യാന വിരുന്ന്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഈ ഉദ്യാന വിരുന്ന് ആരാണ് എഴുതിയെന്ന് ചോദിച്ചിട്ടുണ്ട്. ഉദ്യാന വിരുന്ന് ആരുടേതാണ്? പണ്ഡിറ്റ് KP കറുപ്പന്റേതാണ്. പിന്നെ ഉണ്ടല്ലോ സമാധി സപ്താഹം. ആരുടെ സമാധി ആയിരിക്കും? സമാധി സപ്താഹം ആരുടെ? അതായത് നമ്മുടെ ചട്ടമ്പി സ്വാമികളുടെ ഓക്കെ, ചട്ടമ്പി സ്വാമികളുടെ സമാധിയിൽ എന്താണ് അനുശോചിച്ച് എഴുതിയ കൃതിയാണ് എന്ത്? സമാധി സപ്താഹം എന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം എഴുതിയ മറ്റൊരു നാടകമാണ് എന്ത്? പഞ്ചവടി. പഞ്ചവടി. പിന്നെ എന്താണ്? ചിത്രലേഖ. ഇതൊക്കെയാണ് അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് ആയ കൃതികൾ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ. പണ്ഡിറ്റ് KP കറുപ്പൻ എന്താണ്? 1885 മെയ് 24
എറണാകുളം ജില്ലയിലെ ചേരാനല്ലൂർ ജനിച്ചു. സാഹിത്യ കുടീരമാണ് വീട്ടുപേര്. ബാല്യകാല നാമം എന്താണ്? ശങ്കരൻ. KP എന്ന് പറഞ്ഞാൽ ഫുൾ ഫോം എന്തായിരുന്നു? കണ്ടത്തുപറമ്പിൽ പപ്പുക്കറുപ്പൻ, അല്ലെ? അതേപോലെ കവിതിലകൻ എന്നും കേരള ലിംഗൻ എന്നും അതേപോലെ സാഹിത്യ നിപുണൻ എന്നറിയപ്പെട്ടു. അതാരാണ് കൊടുത്തത്? കൊച്ചി മഹാരാജാവാണ്. വിദ്വാൻ എന്നറിയപ്പെട്ടു. അതാര് കൊടുത്തതാണ്? കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ്. 1907 അദ്ദേഹം അരേ സമാജം സ്ഥാപിച്ചു. 13 കേരള പുലയ മഹാസഭ ആരുമായി കൂട്ടിച്ചേർന്ന്? KP വള്ളോനുമായി ചേർന്ന്. അദ്ദേഹം 1913 ഫെബ്രുവരി 14 കായൽ സമ്മേളനം നടത്തി. കൊച്ചി കായലിലെ വള്ളങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് ഒരു സമ്മേളനം നടത്തി. 1922 അദ്ദേഹം അഖില കേരള അരയ മഹാസഭ തുടങ്ങി. 25 എന്താണ്? കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിലിൽ അംഗമായിട്ടുണ്ട്. അദ്ദേഹം ആരംഭിച്ച സഭകളാണ് കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂര്, ജ്ഞാനോദയം ഇടക്കൊച്ചി, അരയ വംശോദ്ധാരണി ഏങ്ങണ്ടിയൂർ, സന്മാർഗ പ്രദീപം കുമ്പളം, സുധർമ്മ സൂര്യോദയ സഭ തേവര, ബാലസമുദായ പരിഷ്കരണി സഭ തേവര, ബാലസേവാ സമിതി വൈക്കം, സമുദായ സേവിനി സഭ നോർത്ത് പറവൂർ. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് ആദ്യ കൃതിയായ ലങ്കാമർദ്ദനമാണ്. പിന്നെ എന്താണ്? ജാതി ഗുമ്മി, ജാതി വ്യവസ്ഥയുടെയും തൊട്ടുകൂടായ്മയും ചോദ്യം ചെയ്ത മലയാളത്തിലെ ആദ്യ പുസ്തകമായിരുന്നു എന്ത്? ജാതി ഗുമ്മി. അദ്ദേഹം എഴുതിയ 2 നാടകങ്ങളുണ്ട്. അതിൽ മെയിൻ ആയിട്ട് ഏതൊക്കെയാണ്? ബാലകലേശം, പഞ്ചവടി, 2 നാടകങ്ങളാണ്. പിന്നെ ഏതാണ്? ഉദ്യാന വിരുന്ന്, സമാധി സപ്താഹം, ചട്ടമ്പി സ്വാമിയുടെ മരണത്തിൽ അനുശോചിച്ചുകൊണ്ട് പണ്ഡിറ്റ് KP കറുപ്പൻ എഴുതിയ കൃതിയാണ് എന്ത്? സമാധി സപ്താഹം. പിന്നെ എന്തൊക്കെയുണ്ട്? ചിത്രലേഖ, ഉദ്യാന വിരുന്ന്, ഇതെല്ലാം ആരുടെ കൃതികളാണ്? നമ്മുടെ പണ്ഡിറ്റ് KP കറുപ്പന്റെ കൃതികളാണ്. ഇത്രയൊക്കെയാണ് ബേസിക് ആയിട്ട് ഇദ്ദേഹത്തെ പറ്റി പഠിക്കാനായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് വ്യക്തിയെ നോക്കാം നമുക്ക്. കുമാരഗുരുദേവൻ. ഓക്കെ, കുമാരഗുരു. ആരാണ് കുമാരഗുരു എന്ന് പറയുന്നത്? ഓക്കെ, കുമാരഗുരു എന്ന് പറയുന്നത് നമ്മുടെ പൊയ്കയിൽ യോഹന്നാനാണ്, അല്ലെ? പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെടുന്നു. പൊയ്കയിൽ യോഹന്നാൻ. അദ്ദേഹം അറിയപ്പെട്ടൊരു മറ്റൊരു പേരാണ് എന്താ? പൊയ്കയിൽ യോഹന്നാൻ, കുമാരഗുരു എന്നറിയപ്പെട്ടത്. അദ്ദേഹത്തിന്റെ ജനനം എന്നാണ്? 1879 ഫെബ്രുവരി 17. ഇമ്പോർട്ടന്റ് ആണ്. 1879 ഫെബ്രുവരി 17. എവിടെയാണ് അദ്ദേഹം ജനിച്ചത്? ഇരവിപേരൂർ. ഇരവിപേരൂർ എവിടെയാണ്? ഇരവിപേരൂർ തിരുവല്ല, അതായത് പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരാണ് പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചൻ ജനിക്കുന്നത്. ഓക്കെ, എന്താണ്? പിതാവ് കണ്ടനും മാതാവ് കുഞ്ഞിളച്ചിയുമാണ്. യഥാർത്ഥ നാമം എന്താണ്? കോമരൻ അഥവാ കുമാരൻ. ഇതായിരുന്നു യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കേട്ടോ. കോമരൻ എന്നും പറയും, അതേപോലെ കുമാരൻ. ഓക്കെ, ഇതാണ് യഥാർത്ഥ നാമമായിട്ട് പറയുന്നത്. അതായത് അദ്ദേഹം എന്തിനു വേണ്ടിയായിരുന്നു പ്രവർത്തിച്ചിരുന്നത്? ക്രിസ്തു മതത്തിൽ ഉണ്ടായിരുന്ന വർണ്ണവിവേചനത്തിനെ അതിനെ ഇല്ലാതാക്കാൻ വേണ്ടി പ്രവർത്തിച്ച ആളാണ് ആര്? ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാൻ. ഇദ്ദേഹമാണ് എന്തെന്നറിയപ്പെട്ടത്? കേരള നെപ്പോളിയൻ. എന്താണ്? കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? പൊയ്കയിൽ അപ്പച്ചൻ അല്ലെങ്കിൽ കുമാരഗുരു എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? കുമാരഗുരുദേവൻ എന്നറിയപ്പെട്ടു, പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെട്ടു, പുലയൻ മത്തായി എന്നറിയപ്പെട്ടു. പുലയൻ മത്തായി, പൊയ്കയിൽ അപ്പച്ചൻ, ഇതെല്ലാം ആരാണ്? ഈ പറയുന്ന പൊയ്കയിൽ യോഹന്നാൻ അല്ലെങ്കിൽ കുമാരഗുരുവാണ്. പൊയ്കയിൽ അപ്പച്ചൻ എന്നൊക്കെ അറിയപ്പെട്ടു. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? ദ്രാവിഡ ദളിതൻ. ഇദ്ദേഹം മുന്നോട്ട് വെച്ച ഒരു ആശയമായിരുന്നു എന്ത്? ദ്രാവിഡ ദളിതൻ. അപ്പൊ ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച നവോത്ഥാന നായകനാണ് ആര്? ഈ പറയുന്ന കുമാരഗുരു എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ അദ്ദേഹമാണ് ദളിതർക്കായിട്ട് ഒരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ആരംഭിച്ചത് ആരാണ്? പൊയ്കയിൽ യോഹന്നാനാണ്. അദ്ദേഹം ഗാന്ധിജിയുമായിട്ട് കണ്ടുമുട്ടുന്നുണ്ട്. എവിടെ വെച്ചാണെന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? നമ്മുടെ നെയ്യാറ്റിൻകരയിൽ വെച്ചാണ് ആരൊക്കെ തമ്മിൽ? ഗാന്ധിജിയുമായിട്ട് കുമാരഗുരുദേവൻ കണ്ടുമുട്ടുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം നമുക്ക്. നെക്സ്റ്റ് എന്താണ് പറയാനുള്ളത് ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട? മുദ്രാവാക്യം. അതായത് നമ്മുടെ ഏതാണ്? 1-ാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളത്ത് നിന്ന് എവിടെ? കുളത്തൂർ കുന്ന് വരേക്കും യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ നവോത്ഥാന നായകനാണ് ആര്? നമ്മുടെ കുമാരഗുരുദേവൻ. എന്തായിരുന്നു? എവിടെ മുതൽ എവിടം വരെയായിരുന്നു? മാരംകുളം ടു കുളത്തൂർ കുന്ന്. അപ്പൊ യുദ്ധവിരുദ്ധ ജാഥ ആരുമായി ബന്ധപ്പെട്ടതാണ്? കുമാരഗുരുദേവനുമായി ബന്ധപ്പെട്ട. എന്തായിരുന്നു അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്?
സമാധാനം ലോകത്തിന് സമാധാനം, സമാധാനം ലോകത്തിന് സമാധാനം, ഇതായിരുന്നു അതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരത്തിന് അറിയപ്പെട്ട പേരാണ് എന്ത്? രത്നമണികൾ. രത്നമണികൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ആരുടെ? കുമാരഗുരുദേവന്റെ കവിതാ സമാഹാരം അറിയപ്പെട്ട പേരാണ് എന്ത്? രത്നമണികൾ എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ചോദിച്ചിട്ടുണ്ട്. അടിലഹള. ഓക്കെ, അതേപോലെ തന്നെ മുണ്ടക്കയം ലഹള. മുണ്ടക്കയം ലഹള. ഇനി എന്താണ്? മംഗലം ലഹള. മംഗലം ലഹള. അടിലഹള, മുണ്ടക്കയം ലഹള, മംഗലം ലഹള, കൊഴുക്കുംചിറ ലഹള. കൊഴുക്കുംചിറ ലഹള. ഇതൊക്കെ ആരുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പല ക്വസ്റ്റ്യൻ പേപ്പറിലും പലതായിട്ട് ചോദിച്ചിട്ടുണ്ട്. ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അടിലഹളയായിരിക്കും, ചിലതിൽ മുണ്ടക്കയം ലഹളയായിരിക്കും, ചിലതിൽ മംഗലമായിരിക്കും, കൊഴുക്കുംചിറയായിരിക്കും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ഇതൊക്കെ പഠിച്ചു വെക്കണം. ഓക്കെ, അതേപോലെ ഇദ്ദേഹം ആരംഭിച്ചതാണ് എന്ത്? PRDS. PRDS എന്ന് പറയുമ്പോൾ എന്താണ്? പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഏത് വർഷമാണ്? 1909 ഓക്കെ ആണല്ലോ. ആരാണ് സ്ഥാപകൻ? നമ്മുടെ കുമാരഗുരുദേവനാണ്. എവിടെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്, ആസ്ഥാനം എന്ന് പറയുന്നത്? ഇരവിപേരൂരിലാണ് കുമാരഗുരുദേവൻ എന്ത് ആരംഭിക്കുന്നത്? ഈ പറയുന്ന PRDS ആരംഭിക്കുന്നത്. ഇതിന്റെ മുഖപത്രമായിരുന്നു, മുഖപത്രം. നമ്മൾ വിവേകോദയം, യോഗനാഥം ഒക്കെ പഠിച്ചില്ലേ? എന്തിന്റെ? SNDP-യുടെ. അതേപോലെ സാധുജന പരിപാലിനി പഠിച്ചില്ലേ? അയ്യങ്കാളി. അതേപോലെ തന്നെ PRDS-ന്റെ മുഖപത്രമായിരുന്നു ആദിയാർ ദീപം. എന്താണ്? ആദിയാർ ദീപം. ആദിയാർ ദീപം. ഓക്കെ, ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് ആരെ പറ്റി? നമ്മുടെ കുമാരഗുരുദേവനെ പറ്റി അല്ലെങ്കിൽ പൊയ്കയിൽ അപ്പച്ചനെ പറ്റി നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ് വ്യക്തി നോക്കാം. ആരാണ്? മന്നത്ത് പത്മനാഭൻ. ഓക്കെ, മന്നത്ത് പത്മനാഭനെ പറ്റി നമുക്ക് ഇതേപോലെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. ജനനം എന്നാണ്? 1878 1878 ജനുവരി 2 ആര് ജനിക്കുന്നത്? നമ്മുടെ മന്നത്ത് ജനിക്കുന്നത്. എവിടെയാണ്? പെരുന്ന. ചങ്ങനാശ്ശേരിയിലെ പെരുന്നയിലാണ് ആര് ജനിച്ചത്? നമ്മുടെ മന്നത്ത് പത്മനാഭൻ ജനിച്ചത്. അദ്ദേഹത്തിന്റെ പിതാവ് ആരാണ്? ഈശ്വരൻ നമ്പൂതിരിയുടെയും ആരാണ്? മന്നത്ത് പാർവതിയുടെയും മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ഭാര്യ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ്, തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഓക്കെ, അദ്ദേഹത്തിന്റെ ഭാര്യയാണ്, ഇമ്പോർട്ടന്റ് ആയ വ്യക്തിയാണ്. ഓക്കെ, ഇനി എന്നാണ് അദ്ദേഹം അന്തരിക്കുന്നത്? മരണവും കൂടി പഠിക്കണ്ടേ? 1970 ഫെബ്രുവരി 25 മന്നത്ത് പത്മനാഭൻ എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. ഇദ്ദേഹമാണ് ഭാരത കേസരി എന്നറിയപ്പെട്ടത്. എന്താണ്? ഭാരത കേസരി എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? മന്നത്ത് പത്മനാഭൻ. ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1921 ഇദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിൽ അംഗമാകുന്നുണ്ട്. അതേപോലെ തന്നെ എന്താണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് എന്ത്? സവർണ ജാഥ. വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് മന്നത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ 1924 എന്ത് നടത്തുന്നുണ്ട്? സവർണ ജാഥ നടത്തുന്നുണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമ്മുടെ 31 ഗുരുവായൂർ സത്യാഗ്രഹം അല്ലെ, അതിന്റെ ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു ആര്? മന്നത്ത് പത്മനാഭൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ്? 1947 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? INC-യിൽ അംഗമാകുന്നത്. ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഫാക്ട് ആണ് 1947 അദ്ദേഹം നടത്തിയ മുതുകുളം പ്രസംഗം. മുതുകുളം പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണ്? കോഴഞ്ചേരി പ്രസംഗം ആരുമായി ബന്ധപ്പെട്ടതാണ്? ഈ രണ്ട് പ്രസംഗങ്ങൾ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പൊ മുതുകുളം പ്രസംഗം ആരാണ്? ഈ പറയുന്ന മന്നത്ത് പത്മനാഭന്റേതാണ് മുതുകുളം പ്രസംഗം എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഭാരത കേസരി എന്നറിയപ്പെട്ടു. അതായത് ഇദ്ദേഹത്തിന് 1959 എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിന് ഭാരത കേസരി ലഭിക്കുന്നത്. അതേപോലെ 1949 ഇദ്ദേഹം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ട് മാറി. അങ്ങനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? തിരുവിതാംകൂർ നമ്മുടെ മന്നത്ത്
പത്മനാഭനാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് 1949. 59 10 വർഷം കഴിഞ്ഞപ്പോഴേക്കും അയാൾക്ക് എന്ത് ലഭിച്ചു? ഭാരത കേസരി ലഭിച്ചു. 1966 അയാൾക്ക് പത്മഭൂഷൺ ലഭിച്ചു. ഓക്കെ, പത്മഭൂഷൺ. അതേപോലെ തന്നെ എന്താണ് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടു. കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ട നവോത്ഥാന നായകനാണ് ആര്? മദൻ മോഹൻ മാളവ്യ. മന്നത്ത് പത്മനാഭൻ. ആരാണ്? ഇങ്ങനെയൊക്കെ പേര് വരുമെങ്കിൽ ആരെങ്കിലൊക്കെ വിശേഷിപ്പിക്കണമല്ലോ. ആരായിരിക്കും അങ്ങനെ അദ്ദേഹത്തെ വിശേഷിപ്പിച്ചത്? നമ്മുടെ സർദാർ KM പണിക്കർ. സർദാർ KM പണിക്കരാണ് ഇദ്ദേഹത്തെ എന്ത് വിളിച്ചത്? കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത്. ഓക്കെ, ഇദ്ദേഹത്തിന്റെ ആത്മകഥയാണ് എന്റെ ജീവിത സ്മരണകൾ. എന്താണ്? എന്റെ ജീവിത സ്മരണകൾ. ആരുടെ ആത്മകഥയാണ്? മന്നത്ത് പത്മനാഭന്റെ ആത്മകഥയാണ്. ഓക്കെ, അതേപോലെ തന്നെ ജനുവരി 2 എന്ന് പറയുന്നത് മന്നം ജയന്തിയാണ്. മന്നം ജയന്തി എന്താണ്? പൊതു അവധിയാണ് അല്ലെ? പൊതു അവധിയായിട്ട് പ്രഖ്യാപിച്ചതാണ്. ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നമുക്കൊന്ന് നോക്കാം. പ്രധാന കൃതികളായിട്ട് വരുന്നത് പഞ്ചകല്യാണി നിരൂപണം. എന്താണ്? പഞ്ചകല്യാണി നിരൂപണം. ഇതിനെയാണ് നമ്മൾ NSSന്റെ ബൈബിൾ എന്നറിയപ്പെട്ടത്. NSSന്റെ ബൈബിൾ എന്ന് പറയുന്നത് ഈ പറയുന്ന പഞ്ചകല്യാണി നിരൂപണമാണ്. പിന്നെ ഏതാണ്? സ്നേഹലത. പിന്നെ എന്താണ്? ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട യാത്രാ വിവരണമാണ് ഞങ്ങളുടെ FMS യാത്ര. FMS യാത്ര എന്ന് പറയുന്നത് യാത്രാ വിവരണമാണ്. ഓക്കെ, ഇനി നമ്മൾ SNDPയും അതൊക്കെ പഠിച്ച പോലെ തന്നെ പഠിക്കേണ്ട മറ്റൊരു ഫാക്റ്റ് ആണ് എന്താ? നമ്മുടെ NSS. ഓക്കെ, NSSന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. അതായത് നമ്മുടെ ഗോപാലകൃഷ്ണ ഗോഖലെ സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ്. നമ്മൾ പറഞ്ഞില്ലേ നേരത്തെ, അയ്യങ്കാളി എന്താണ് 1903 ശ്രീനാരായണ ഗുരു ആരംഭിച്ച SNDPയുടെ മാതൃകയിലാണ് അദ്ദേഹം സാധുജന പരിപാലനയെ ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ 1914 ഒക്ടോബർ 31 അദ്ദേഹം NSS രൂപീകരിക്കുകയാണ്. എന്തിന്റെ മാതൃകയില്? 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് അദ്ദേഹം ആരംഭിക്കുന്നത്. ഓക്കെ, മലയാളി സഭയെന്നും ഒക്കെ അറിയപ്പെട്ടത് ഏതാണ്? ഈ പറയുന്ന NSS ആണ്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ഹെഡ് ക്വാർട്ടേഴ്സ് അദ്ദേഹം ജനിച്ച അതേ സ്ഥലം തന്നെയാണ്. പെരുന്ന ചങ്ങനാശ്ശേരിയിലാണ് ഹെഡ് ക്വാർട്ടേഴ്സ്. ആദ്യ പ്രസിഡന്റ്, ഫസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആരാണ്? കേളപ്പനാണ്. കേളപ്പൻ. ആദ്യ സെക്രട്ടറി ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ഓക്കെ, മന്നത്ത് പത്മനാഭനാണ്. ഇനി അതേപോലെ ബന്ധപ്പെട്ട മറ്റൊരു ഫാക്റ്റ് ആണ് എന്താ? അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി. നമ്മൾ പഠിക്കുന്ന ഒരു പാട്ടല്ലേ, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി അതിനുള്ളിൽ, അങ്ങനെ ഒരു പാട്ട് നമ്മൾ പഠിക്കുന്നില്ലേ? ഇതെന്ന് പറയുന്നത് NSSന്റെ പ്രാർത്ഥനാ ഗാനമാണ്, അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. ഇതാരാണ് എഴുതിയതെന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ആരാണ്? പന്തളം KP രാമൻ. ഓക്കെ, പന്തളം KP രാമൻ പിള്ളയാണ് അഖിലാണ്ട മണ്ഡലം എന്ന് പറയുന്ന ആ ഒരു ഗാനം രചിച്ചിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിന്റെ മുഖപത്രം, NSSന്റെ മുഖപത്രം ചോദിക്കാറുണ്ട്. എന്താണ്? സർവീസ് ആണ് എന്ത്? NSSന്റെ മുഖപത്രം എന്നറിയപ്പെടുന്നത്. അത് ഏതില്? 1919 അതാണ് അതിന്റെ മുഖപത്രം വന്ന വർഷം എന്ന് പറയുന്നത്. 1919. ഓക്കെ ആണല്ലോ. ഇനിയും കുറച്ചും കൂടി ഫാക്ട് പറയാനുണ്ട്. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിൽ പറയാതെ. ഓക്കെ, അപ്പൊ ഇനിയുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മളെ മന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് നമ്മുടെ വിമോചന സമരം എന്ന് പറയുന്നത്. വിമോചന സമരം. ഓക്കെ, അതായത് നമ്മുടെ EMS മന്ത്രിസഭ പുറത്താകാൻ കാരണമായത് എന്തായിരുന്നു? വിമോചന സമരമായിരുന്നു. അത് മന്നത്തിന്റെ നേതൃത്വത്തിലായിരുന്നു. ഏത് വർഷമാണ്? 1959 ജൂൺ 12 ഈ വിമോചനം എന്ന് പറയുന്ന വാക്ക് നിർദ്ദേശിച്ചത് ആരെന്ന് ചോദിച്ചാൽ അതാരാണ്? പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. പനമ്പിള്ളി ഗോവിന്ദ മേനോനാണ്. എന്താണ് വിമോചന സമരത്തിന് കാരണമായത്? ആ സമയത്ത് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന നമ്മുടെ ആരായിരുന്നു ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറയുന്നത്? ജോസഫ് മുണ്ടശ്ശേരി. അദ്ദേഹം കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ ബില്ലായിരുന്നു എന്താണ് ഇതിനായിട്ട് തുടക്കം കുറിക്കുന്നത്, വിമോചന സമരത്തിന് കാരണമാകുന്നത്. ഈ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവം ചോദിക്കാറുണ്ട്. അതിനെയാണ്
ചെറിയ തുറ വെടിവെപ്പ് എന്ന് പറയുന്നത്? അപ്പൊ ചോദിച്ചിട്ടുണ്ട് ചെറിയ തുറ വെടിവെപ്പ് ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചാൽ എന്താണ്? വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ് ചെറിയ തുറ വെടിവെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ വിമോചന സമരം നടക്കുവാണ്. നടന്നു വരുന്നപ്പോഴേക്കും എന്ത് സംഭവിച്ചു? നമ്മുടെ EMS മന്ത്രിസഭ താഴെ വീണു. അങ്ങനെ EMS മന്ത്രിസഭ പിരിച്ചുവിട്ടത് എന്നെന്ന് ചോദിക്കാറുണ്ട്. എന്നാണ്? 1959 ജൂലൈ 31 എന്ത് വരുന്നത്? ഈ പറയുന്ന വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ EMS മന്ത്രിസഭയെ പിരിച്ചുവിടുന്നത്. ഈ വിമോചന സമരവുമായി ബന്ധപ്പെട്ടാണ് എന്ത് നടക്കുന്നത്? ജീവശിഖ യാത്ര നടന്നത്. അത് എവിടം മുതൽ എവിടം വരെയാണെന്ന് ചോദിച്ചാൽ എന്താണ്? അങ്കമാലി ടു TVM ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ സവർണ ജാഥ അല്ലെ? അത് എവിടം മുതൽ എവിടം വരെയായിരുന്നു? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ മന്നത്ത് സവർണ ജാഥ നടത്തി. ഓക്കെ ആണല്ലോ. ഇനി എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ നമ്മുടെ ആരാണ്? മന്നത്ത് പത്മനാഭന്റെ ഭാര്യയുടെ പേരാണ് എന്താ? തോട്ടയ്ക്കാട്ട് മാധവി അമ്മ. എന്താണ് അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്? 1925 നിയമസഭാ അംഗമായ നമ്മുടെ നിയമസഭാ അംഗമായ ആദ്യ വനിതയാണ്. നിയമസഭാ അംഗമായ ആദ്യ വനിതയാണ് ഈ പറയുന്ന തോട്ടയ്ക്കാട്ട് മാധവി അമ്മ എന്ന് പറയുന്നത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുള്ളത് അവരുടെ കൃതികളാണ്. എന്താണ്? ഹേമപഞ്ചരം എന്ന് പറയുന്ന കൃതി. എന്താണ്? ഹേമപഞ്ചരം ആരുടേതാണ്? തോട്ടക്കാട്ട് മാധവിയമ്മയുടേതാണ്. അതേപോലെ തന്നെ തത്വചിന്ത. ഓക്കെ, തത്വചിന്തയും ആരുടേതാണ്? തോട്ടക്കാട്ട് മാധവിയമ്മയുടേതാണ്. അപ്പൊ നമ്മൾ എന്തൊക്കെയാ പഠിച്ചത് മന്നത്തിനെ പറ്റി? ജസ്റ്റ് ഒന്ന് റീകളക്ട് ചെയ്ത് നോക്കിക്കേ. 1878 ജനുവരി 2 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? ജനിക്കുന്നത്. പെരുന്ന ചങ്ങനാശ്ശേരിയിലാണ്. ഈശ്വരൻ നമ്പൂതിരിയുടെയും പാർവതിയുടെയും മകനായിട്ടാണ് ആര് ജനിക്കുന്നത്? നമ്മുടെ മന്നത്ത് പത്മനാഭൻ. അദ്ദേഹത്തിന്റെ ഭാര്യയാണ് തോട്ടക്കാട്ട് മാധവിയമ്മ. 1925 നിയമസഭാംഗമായ ആദ്യ വനിതയാണ് ആര്? തോട്ടക്കാട്ട് മാധവിയമ്മ. മാധവിയമ്മയുടെ പുസ്തകങ്ങളാണ് ഹേമപഞ്ചരവും തത്വചിന്തയും. അതേപോലെ തന്നെ എന്താണ്? അന്തരിച്ചത് 1970 അന്തരിക്കുന്നത്. ഭാരതകേസരി എന്നറിയപ്പെട്ടു. അതേപോലെ 21 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായി. 24 വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് സവർണ ജാഥ എവിടെ മുതൽ എവിടം വരെ? വൈക്കം മുതൽ തിരുവനന്തപുരം വരെ. 31 ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്നു. 47 INC-യിൽ ചേർന്നത്. 47 മുതുകുളം പ്രസംഗം നടത്തിയത്. 47 ഓക്കെ. അതേപോലെ തന്നെ 49 തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് ആയിട്ട് വന്നു. 59 ഭാരതകേസരി ലഭിച്ചു. 66 പത്മഭൂഷൺ ലഭിച്ചു. ഓക്കെ ആണല്ലോ. അതേപോലെ കേരളത്തിന്റെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെട്ടത് ആരാണ്? മന്നത്ത് പത്മനാഭനാണ്. ആരാണ് അദ്ദേഹത്തെ അങ്ങനെ വിളിച്ചത്? സർദാർ KM പണിക്കരാണ്. എന്റെ ജീവിത സ്മരണകളാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ എന്ന് പറയുന്നത്. പഞ്ചകല്യാണി നിരൂപണം എന്ന് പറയുന്നത് പ്രധാന കൃതിയാണ്. NSSന്റെ ബൈബിൾ എന്നറിയപ്പെട്ടത് ഏതാണ്? പഞ്ചകല്യാണി നിരൂപണമാണ്. ഓക്കെ. അതേപോലെ സ്നേഹലത, ഞങ്ങളുടെ FMS യാത്ര എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ യാത്രാ വിവരണമാണ്. അദ്ദേഹം ആരംഭിച്ച സംഘടനയാണ് NSS. 1905 ഗോപാലകൃഷ്ണ ഗോഖലെ ആരംഭിച്ച സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് 1914 ഒക്ടോബർ 31 മന്നത്ത് NSS രൂപീകരിക്കുന്നത്. എവിടെയാണ് ഹെഡ്ക്വാർട്ടേഴ്സ്? പെരുന്ന ചങ്ങനാശ്ശേരി. ആദ്യ പ്രസിഡന്റ് ആണ് KK കേളപ്പനും. ആദ്യ സെക്രട്ടറി മന്നത്ത് പത്മനാഭനാണ്. അതിന്റെ പ്രാർത്ഥനാ ഗാനമാണ് അഖിലാണ്ട മണ്ഡലം അണിയിച്ചൊരുക്കി എന്നുള്ളത്. അത് എഴുതിയതാരാണ്? പന്തളം KP രാമനാണ്. ഓക്കെ ആണല്ലോ. അതിന്റെ മുഖപത്രം എന്ന് പറയുന്നത് സർവീസസ് ആണ്. പിന്നെ വിമോചന സമരമാണ് മന്നത്തുമായിട്ട് ബന്ധപ്പെട്ട് 1959 ജൂൺ 12 വിമോചന സമരം നടന്നത്. വിമോചനം എന്ന വാക്ക് നിർദ്ദേശിച്ച വ്യക്തിയാണ് പനമ്പള്ളി ഗോവിന്ദമേനോൻ. ചെറിയതുറ വെടിവെപ്പ് വിമോചന സമരവുമായി ബന്ധപ്പെട്ടതാണ്. ആ സമയത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വിദ്യാഭ്യാസ ബില്ലായിരുന്നു വിമോചന സമരത്തിലേക്ക് നയിക്കുന്നത്. അങ്ങനെ 59 ജൂലൈ 31 EMSന്റെ മന്ത്രിസഭ പിരിച്ചുവിടുകയാണ്. അതുമായി ബന്ധപ്പെട്ടൊരു യാത്രയാണ് ജീവശിഖ യാത്ര, അങ്കമാലി മുതൽ തിരുവനന്തപുരം വരെ. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. VT ഭട്ടതിരിപ്പാട്. ഓക്കെ, നെക്സ്റ്റ് ആളാണ് VT ഭട്ടതിരിപ്പാട്. എവിടെയാണ് VT ജനിക്കുന്നത്? 1896 മാർച്ച് 26 VT ഭട്ടതിരിപ്പാട് ജനിക്കുന്നത്. 1982 ഫെബ്രുവരി 12 അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? മരിക്കുന്നുണ്ട്. ഓക്കെ, ഇദ്ദേഹമാണ് കറുത്ത പട്ടേരി എന്നറിയപ്പെട്ടു. എന്താണ്?
കറുത്ത പട്ടേരി എന്നറിയപ്പെട്ടു. ഇദ്ദേഹം നമ്പൂതിരി സമുദായത്തിലെ എന്താണ് നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ഓക്കെ, അതേപോലെ അവർണ സമുദായത്തിലെ പെൺകുട്ടിയിൽ നിന്നും അക്ഷരാഭ്യാസം നേടിയ സാമൂഹിക പരിഷ്കർത്താവാണ് ആര്? VT ഭട്ടതിരിപ്പാട്. തീയാടി പെൺകുട്ടിയായിരുന്ന അമ്മുക്കുട്ടിയിൽ നിന്നാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അക്ഷരാഭ്യാസം പഠിക്കുന്നത്. അതേപോലെ അദ്ദേഹമാണ് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത്. വിധവാ വിവാഹം ആരൊക്കെ തമ്മിലായിരുന്നു? ഉമാദേവിയും MR ഭട്ടതിരിപ്പാട്, VT അല്ല, MR ഭട്ടതിരിപ്പാടും ഉമാദേവിയും തമ്മിലുള്ള വിധവാ വിവാഹത്തിന് പ്രോത്സാഹനം നൽകിയ തുടക്കം കുറിച്ചത് ആരാണ്? ഈ പറയുന്ന VT ഭട്ടതിരിപ്പാടാണ്. ബ്രാഹ്മണ വിവാഹത്തിലെ ആദ്യ മിശ്ര വിവാഹത്തിന് തുടക്കം കുറിച്ചതും ആരാണ്? VT ഭട്ടതിരിപ്പാടാണ്. അദ്ദേഹം ആരംഭിച്ചതാണ് 1908 എന്ത്? യോഗക്ഷേമ സഭ ആരംഭിക്കുന്നത് ആരാണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. ആലുവയിൽ. ഓക്കെ, അതിന്റെ ഫസ്റ്റ് പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ദേശമംഗലത്ത് ശങ്കരൻ നമ്പൂതിരിയാണ് എന്താ നമ്മുടെ യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്. ആഢ്യൻകൂലികളുടെ കഴുതകളി എന്ന് സഭയെ വിശേഷിപ്പിച്ചത് ആരാണ്? നമ്മുടെ VT ആണ്. VT. ഓക്കെ, ഇതിന്റെ ആപ്തവാക്യം ചോദിക്കാറുണ്ട്. നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്ന ആപ്തവാക്യം ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടതാണ്? യോഗക്ഷേമ സഭ. നമ്പൂതിരിയെ മനുഷ്യനാക്കുക. ഓക്കെ, ഇനി അതേപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? 1919 നമ്പൂതിരി യുവജന സംഘം വരുന്നുണ്ട്. 1921 ഇദ്ദേഹം INC സമ്മേളനം, അഹമ്മദാബാദിലെ INC സമ്മേളനത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. 1929 എന്ത് വരുന്നത്? 1929 അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന് പറയുന്നത് ആ ഒരു നാടകം എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കുന്നത്. അതാണ് നമ്മുടെ ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്ന മാസികയിലാണ് എന്ത് വരുന്നത്? ഈ പറയുന്ന ഏത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 1919 അദ്ദേഹം എന്ത് വരുന്നത്? നമ്പൂതിരി യുവജന സംഘം ആരംഭിക്കുന്നത്. ഇതിന്റെ മുഖപത്രമായിരുന്നു എന്ത്? ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? അതൊരു വ്യക്തിയല്ല, അത് നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രമായിരുന്നു ഉണ്ണി നമ്പൂതിരി എന്ന് പറയുന്നത്. ഇദ്ദേഹമാണ് എന്ത് നടത്തുന്നത്? 1931 അദ്ദേഹം യാചനയാത്ര നടത്തുന്നു. എന്തിനായിരുന്നു യാചനയാത്ര? 1931 ഏപ്രിൽ 26 യാചനയാത്ര. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ദരിദ്ര വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള സഹായത്തിനായിട്ട്. എവിടം മുതൽ എവിടം വരെ? തൃശ്ശൂർ മുതൽ ചന്ദ്രഗിരിപ്പുഴ, കാസർഗോഡ് ജില്ലയിലെ ചന്ദ്രഗിരിപ്പുഴ വരെയാണ് 7 ദിവസത്തെ യാത്ര അദ്ദേഹം നടത്തുന്നത്. ഓക്കെ, ഇനി എന്തായിരുന്നു ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളത്? അതായത് ബഹുമത സമൂഹം എന്ന ആശയം നടത്തിയത്. അദ്ദേഹം മിശ്രഭോജനം നടത്തിയിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ കരിങ്കല്ലിനെ കല്ലായും മനുഷ്യനെ മനുഷ്യനായും കാണുക എന്ന് പറഞ്ഞത് ആരാണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. അതേപോലെ അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കണ്ണീരും കിനാവും അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക്. ഇത് രണ്ടുമാണ് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇനി എന്താണ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ 4 പേരെ പറ്റിയും പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആൻസറിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പൊന്നാനി താലൂക്കിൽ 1896 മാർച്ച് 26 ജനിച്ച നവോത്ഥാന നായകൻ ആരാണ്? 1896 മാർച്ച് 26 ആരാണ് ജനിച്ചത്? പൊന്നാനിയിലാണ് നമ്മുടെ VT ഭട്ടതിരിപ്പാട് ജനിച്ചത്. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഫാക്ട് മുഴുവൻ പറഞ്ഞു തന്നതാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ PRDS ആരാണ് ആരംഭിക്കുന്നത്? PRDS കുമാരഗുരുദേവനാണ് PRDS ആരംഭിക്കുന്നത്. പൊയ്കയിൽ അപ്പച്ചൻ. ഓക്കെ, (1909) ഏതാണ് വർഷം? 1909 ഇരവി പേരൂരാണ്. അതേപോലെ തന്നെ നമ്മുടെ പ്രത്യക്ഷ രക്ഷാ ദേവസഭയുടെ മുഖപത്രം എന്തായിരുന്നു? ആദിയാർ ദീപമായിരുന്നു. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ശരിയല്ലാത്താണ് വേണ്ടത്. കുമാരഗുരുദേവൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ ശരിയാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ അരയ സമാജം നമ്മൾ പഠിച്ചതാണ്. അയ്യങ്കാളി സമത്വ സമാജം. ഇവിടെയാണ് നമുക്ക് ഡൗട്ട് വരുന്നത്. അയ്യങ്കാളി പഠിച്ചപ്പോൾ നമ്മൾ ഈ പറയുന്ന പേര് പഠിച്ചോ? ഇല്ല. സമത്വ സമാജം എന്നൊരു പേര് നമ്മളിവിടെ പഠിച്ചിട്ടില്ല. സോ ഇവിടുത്തെ ആൻസർ ഏതൊക്കെയാണ്? ഓപ്ഷൻ ബി ആണ്. കാര്യം 4 തെറ്റാണ് നമുക്ക് മനസ്സിലായി. 4 തെറ്റുള്ളത് ഏതൊക്കെയാണ്?
ആത്മവിദ്യാസംഘമാരുടേതാണ്, വാഗ്ഭടാനന്ദന്റേതാണ്. സോ ഇതും തെറ്റാണ്, ഇതും തെറ്റാണ്. സോ ഓപ്ഷൻ ബി 2ഉം 4ഉമാണ് ഇവിടെ തെറ്റെന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവർ രൂപം നൽകിയ പ്രസ്ഥാനങ്ങളുമാണ് താഴെ തന്നിരിക്കുന്നത്. വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം ശരിയാണ്. വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ ശരിയാണ്. നമ്മളിപ്പോ പറഞ്ഞല്ലേ ഉള്ളൂ, വി.ടി. ഭട്ടതിരിപ്പാട് യോഗക്ഷേമ സഭ 1908 പറഞ്ഞു. കുമാരഗുരുദേവൻ സമത്വ സമാജമാണോ? കുമാരഗുരുദേവൻ പഠിച്ചപ്പോ നമ്മൾ സമത്വ സമാജം പഠിച്ചോ? ഇല്ല. സമത്വ സമാജം ആരാണ്? നമ്മുടെ വൈകുണ്ഠ സ്വാമിയാണ് സമത്വ സമാജം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ അരയ സമാജം ശരിയാണ്. സോ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ സി ആണ്. തെറ്റായത് കണ്ടെത്തുക. ദർശനമാല ശ്രീനാരായണ ഗുരു ശരിയാണ്. പ്രാചീന മലയാളം ചട്ടമ്പി സ്വാമിയാണ്. കണ്ണീരും കിനാവും വി.ടി. ഭട്ടതിരിപ്പാണ്. ആത്മാനുതാപമാരുടേതാണ്? നമ്മുടെ ചാവറയച്ചന്റേതാണ്. ചാവറയച്ചനാണ് ആത്മാനുതാപം. പഠിച്ചു വെച്ചോളണേ. അപ്പോൾ തെറ്റേതാണ്? ഓപ്ഷൻ ഡി ആണ്. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം ആരുടേതാണ്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് വി.ടി. ഭട്ടതിരിപ്പാടിന്റേതാണ്. അരയ സമാജം പണ്ഡിറ്റ് കറുപ്പന്റേതാണ്. അരയ സമാജം അല്ലെ, പണ്ഡിറ്റ് കറുപ്പനുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കുറെ പഠിച്ചല്ലോ, സമാജങ്ങളെല്ലാം പഠിച്ചല്ലോ. അരയ സമാജം പറഞ്ഞു, അതേപോലെ കൊച്ചി പുലയ മഹാസഭ പറഞ്ഞു, കല്യാണദായിനി സഭ കൊടുങ്ങല്ലൂര്, ജ്ഞാനോദയം സഭ ഇടക്കൊച്ചി, സമുദായ സേവനി നോർത്ത് പറവൂർ, ബാലസേവാ സമിതി വൈക്കം, ബാലസമുദായ പരിഷ്കരണി തേവര, സന്മാർഗ പ്രദീപം കുമ്പളം, അങ്ങനെ കുറെ സമുദായങ്ങളും നമ്മൾ പഠിച്ചാണ് അല്ലെ. നെക്സ്റ്റ് നോക്കാം. കുമാരഗുരുദേവൻ ആരംഭിച്ച പ്രസ്ഥാനമാണ് PRDS, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ. ഓക്കെ, എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ആധ്യാർദീപം അതിന്റെ മുഖപത്രമാണെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ പ്രത്യക്ഷ രക്ഷാ ദൈവസഭ വർഷം ഏതാണ്? 1909 ഇരവി പേരൂരാണ് ആസ്ഥാനം എന്ന് പറഞ്ഞു. വി.ടി. ഭട്ടതിരിപ്പാടിനെ കുറിച്ച് തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് കണ്ണീരും കിനാവും എന്ന കഥ. നമുക്കറിയാം അല്ലെ, ശരിയാണിത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് നമുക്ക് നോക്കാം. അത് നമുക്ക് ചിലപ്പോ ഇത്രയും ഡീപ്പായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇവിടെ നോക്കിക്കേ, നായർ തറവാടുകളിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾ. നായറാണോ? അല്ല. അദ്ദേഹം നമ്പൂതിരി സമുദായത്തിന് വേണ്ടിയാണ്. നമ്പൂതിരി സമുദായത്തിലെ പരിഷ്കർത്താവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? വി.ടി. ഭട്ടതിരിപ്പാട്. സോ ഇവിടെ ശരിയല്ലാത്തതല്ലേ വേണ്ടത്? സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. മേഴത്തൂർ അഗ്നിഹോത്രിയുടെ താവഴിയിൽപ്പെട്ടതാണ്. പഠിച്ചു വെച്ചോ, ഇതും കൂടി പഠിച്ചു വെച്ചു. കേരള സാഹിത്യ അക്കാദമി 1976 അദ്ദേഹത്തിന് വിശിഷ്ട ഫെലോഷിപ്പ് നൽകി അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്. 1982 അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അന്തരിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം. മന്നത്ത് പത്മനാഭനെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ. 1947 മുതുകുളം പ്രസംഗം, 1947 അദ്ദേഹം INC ശരിയാണ്. 1959 വിമോചന സമരം ശരിയാണ്. ഭാരത കേസരി എന്നറിയപ്പെട്ടു. 1935 കോഴഞ്ചേരി പ്രസംഗം തെറ്റാണ്. അപ്പൊ ഏതൊക്കെയാണ് വരേണ്ടത്? 1, 2, 3. ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഓക്കെ, ഇപ്പൊ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. കുമാരഗുരുവിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. പൊയ്കയിൽ അപ്പച്ചൻ എന്നറിയപ്പെടുന്നു. ഓക്കെ, നമ്മൾ പഠിച്ചു ശരിയാണെന്ന്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ സ്ഥാപകനാണെന്ന് നമ്മൾ പഠിച്ചു. PRDS 1909 നമ്മൾ പഠിച്ചതാണ് അല്ലെ. അതേപോലെ തന്നെ വെട്ടിയാട്ട് അടിലഹളയുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകനാണെന്ന് നമ്മൾ പഠിച്ചതാണ്. ശരിയാണ്. ഇനി എന്താണ്? ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ട് ജാതീയ ഉച്ചനീചത്വങ്ങൾക്കെതിരെ പ്രവർത്തിച്ചു. ഇവിടെ നമുക്ക് പ്രസ്താവന ഇതാണ് നമ്മുടെ ആൻസർ. ഇത് തെറ്റാണ്. കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ബൈബിൾ വാഗ്ദാന ലഹള, ബൈബിൾ കത്തിച്ച സംഭവമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹം ക്രിസ്തീയ മതം ഉപേക്ഷിക്കുകയും, അതായത് ക്രിസ്തീയ സമുദായത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടുവെങ്കിലും അവിടുത്തെ അതായത് ജാതി വിവേചനം കാരണം അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ക്രിസ്തുമതം ഉപേക്ഷിക്കുകയാണ്. അതിനുശേഷമാണ് അദ്ദേഹം PRDS ഒക്കെ സ്ഥാപിച്ചിട്ട് ഈ ഒരു പ്രവർത്തനങ്ങൾക്കെതിരെ എന്ത് ചെയ്യുന്നത്? പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തീയ സമുദായത്തിൽ നിലനിന്നുകൊണ്ടെന്നല്ലേ? അത് ഇവിടെ തെറ്റാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി 4 മാത്രമാണ്. നെക്സ്റ്റ് നോക്കാം. പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച സംഘടനകൾ ഏതൊക്കെയാണ്? സമത്വ സമാജം നമ്മൾ പഠിച്ചോ? ഇല്ല. അരയ സമുദായം നമ്മൾ പഠിച്ചതാണ് അല്ലെ. അരയ സമുദായത്തിന്റെ സ്ഥാപകനാണ് ആര്? പണ്ഡിറ്റ് കെ പി കറുപ്പൻ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്തൊക്കെയാണ് പഠിച്ചത്? ജ്ഞാനോദയ സഭ ഇടക്കൊച്ചി പഠിച്ചതാണ്. കൊച്ചി പുലയ മഹാസഭ ഇതെല്ലാം ആരുടേതാണ്? പണ്ഡിറ്റ് കെ പി കറുപ്പന്റേതാണ്. സോ ആൻസർ വരേണ്ടത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലെ. 2, 3, 4 ആണ്. പിന്നെ എന്തൊക്കെയായിരുന്നു? എന്നായിരുന്നു കൊച്ചി പുലയ മഹാസഭ?
ആരംഭിക്കുന്നത് അദ്ദേഹം 1913 കൊച്ചി പുലയ മഹാസഭ അരയ സമാജം സ്ഥാപിക്കുന്നത് അരയ സമാജം. എന്താണ്? അരയ സമാജമാണ്. അരയ സമാജം എന്നാണ് 1907 അരയ സമാജം വരുന്നത്. സോ 2, 3, 4 ആൻസർ ആയിട്ട് വരേണ്ടത്. VT ഭട്ടതിരിപ്പാടുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പാലക്കാട് തൃത്താലയിൽ ജനിച്ചു. അയിത്തോച്ചാടനത്തിന് ഇനി നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്തുക എന്ന ലഘുലേഖ പ്രസിദ്ധീകരിച്ചു. ഇനി എന്താണ്? ബഹുഭാരിത്വം നിരോധിക്കുന്നതിനായി 1931 യാചനയാത്ര. എല്ലാം ശരിയാണെന്നുള്ള തെറ്റാണ്. കാര്യം നമുക്കറിയാം 1931 യാചനയാത്ര നടത്തി. അത് എന്തിനായിരുന്നു? നമ്മുടെ ദരിദ്ര വിദ്യാർത്ഥികളുടെ അവർക്ക് വേണ്ടിയുള്ള എഡ്യൂക്കേഷന് വേണ്ടിയിട്ടായിരുന്നു തൃശ്ശൂർ മുതൽ കാസർഗോഡ് ചന്ദ്രഗിരി പുഴ വരെ നടത്തിയത്. സോ ഇത് തെറ്റാണെന്ന് നമുക്ക് മനസ്സിലാവുമ്പോൾ തന്നെ ഇതെല്ലാം നമുക്ക് മനസ്സിലായി, ഇതുമല്ല ആൻസർ എന്ന് മനസ്സിലായി. സോ ഓപ്ഷൻ സി 1ഉം 2ഉമാണ്. അപ്പൊ പഠിച്ചു വെച്ചു. പാലക്കാട് തൃത്താലയിലാണ് ജനനം. അയിത്തോച്ചാടനത്തിന് നമുക്ക് അമ്പലങ്ങൾക്ക് തീ കൊളുത്താമെന്ന ലഘുലേഖ ആരുമായി ബന്ധപ്പെട്ടതാണ്? നമ്മുടെ VT ഭട്ടതിരിപ്പാടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് മാരംകുളം എന്ന സ്ഥലത്ത് നിന്ന് കുളത്തൂർ കുന്നിലേക്ക് യുദ്ധവിരുദ്ധ ജാഥ നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് ആരാണ്? നമ്മുടെ കുമാരഗുരുദേവൻ. കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളും പ്രസ്ഥാനങ്ങളെ സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. വാഗ്ഭടാനന്ദൻ. ഇവിടെ നമ്മൾ ഇത്രയും പഠിച്ചതിൽ നമ്മൾ ആകെ വന്നിരിക്കുന്നത് VT ഭട്ടതിരിപ്പാട് നമുക്കറിയാം യോഗക്ഷേമ സഭയാണ് 1908 ആണെന്ന്. അത് മാത്രം മതി നമ്മുടെ ആൻസറിലേക്ക് എത്താൻ. ഓപ്ഷൻ സി 1B 2C 3A 4D. കാര്യം 4D ഒരെണ്ണേ ഉള്ളൂ. 1B വാഗ്ഭടാനന്ദൻ കൊണ്ടുവന്നതാണ് എന്ത്? ആത്മവിദ്യാസംഘം. സഹോദരൻ അയ്യപ്പന്റെ സഹോദര പ്രസ്ഥാനം വൈകുണ്ഠസ്വാമിയുടെ സമത്വ സമാജം. പഠിച്ചു വെച്ചോ ഇതെല്ലാം. ഓക്കെ. അതേപോലെ തന്നെ 1935 കൊടുമുണ്ടയിൽ കോളനിയിൽ സാമുദായിക ഭ്രഷ്ട് കൽപ്പിക്കുന്നവർക്ക് വാസസ്ഥലം കൊടുത്തത് ആരായിരുന്നു? നമ്മുടെ VT ഭട്ടതിരിപ്പാടാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യൻ. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയൊക്കെയാണ് നമ്മുടെ 15 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 15 ക്വസ്റ്റ്യൻ അല്ല, ഈ 4 പേരുടെയും മാക്സിമം ഫാക്ട്സ് നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പൊ എന്ത് ചെയ്യുക? ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ നിങ്ങളുടെ കമന്റ് നിർദ്ദേശങ്ങൾ എന്തായാലും അത് കമന്റ് ആയിട്ട് കൂടി രേഖപ്പെടുത്തുക. ഈ ഒരു ഇതിൽ നമ്മുടെ 10th പ്രിലിംസിന് വേണ്ടി തയ്യാറെടുക്കുന്നവരെ, LGS എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് എല്ലാവരിലേക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ കൂടി ഒന്ന് എത്തിച്ചെടുക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ടെലഗ്രാമിൽ അടുത്ത് എന്താണോ പഠിക്കേണ്ടത് എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാകും. ടെലഗ്രാമിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും. അപ്പൊ ടെലഗ്രാമിലും കൂടി ജോയിൻ ചെയ്യുക. ഏത് പഠിക്കണം, ഏത് മോക്ക് ടെസ്റ്റ് പഠിക്കണം എന്നുള്ളതും എല്ലാം, ഏത് ടെക്സ്റ്റ് ബുക്കാണ്, ഏത് സീരീസ് ആണ് പഠിക്കേണ്ടതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അതിൽ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്